നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഷാൻലിയറില്ലേ ബർത്ത്ഡേയുടെ അന്നത്തെ അത് ചുമ്മാ പൊട്ടി വീണതല്ല, പ്രതാപൻ അറുത്തിട്ടതാ. അവിടങ്ങളിലെല്ലാം വിശാലിന് രക്ഷയായത് അവളായിരുന്നു. ആ പാർവതി, അതാണ് എനിക്ക് അവളോടുള്ള പകയ്ക്ക് കാരണവും. അവളെ തോൽപ്പിക്കാനും ഈ കണ്ട സ്വത്തുക്കളെല്ലാം എനിക്ക് സ്വന്തമാക്കാനും വേണ്ടിയാ ഞാൻ ജാസ്മിനെ കളത്തിലിറക്കിയത്. എന്നെ നിഷേധിക്കാൻ വിശാലിന് കഴിയില്ല. കാരണം അവൻ എന്നെ അമ്മയായി തന്നെ കണ്ടു. അത് ഞാനങ്ങ് മുതലാക്കി ഗോപിയേട്ടാ. ഗോപിയേട്ടാ, ഇനി ഇതെല്ലാം ഗോപിയേട്ടനോട് ഞാൻ ഏറ്റു പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഗോപിയേട്ടൻ കരുതും ഇതെന്റെ ഒരു കുമ്പസാരമാണെന്ന്. എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണമെന്നുള്ള എന്റെ അപേക്ഷയായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. ഈ തൂക്കിലേറ്റാൻ പോകുന്നവരോട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കാതെ തന്നെ ഗോപിയേട്ടന്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ പറയട്ടെ. എന്റെ ഗോപിയേട്ടന് ഈ വീട്ടിനുള്ളിൽ കൂടി ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നടക്കണം, അതല്ലേ? പക്ഷേ അത് സാധിച്ചു തരാനേ എനിക്ക് കഴിയില്ല ഗോപിയേട്ടാ. കാരണം എന്റെ ഗോപിയേട്ടൻ അതിനു മുമ്പ് മരിക്കും. ഗോപിയേട്ടാ, ഉറങ്ങിക്കിടക്കുന്ന ഗോപിയേട്ടന്റെ കഴുത്തില് ആഞ്ഞൊന്നമർത്തിയ ഒന്ന് പിടയ്ക്കാൻ പോലും കഴിയാതെ ഗോപിയേട്ടൻ ഈ ലോകത്തോടങ്ങ് വിടയും പറയും. പക്ഷെ എന്റെ ഗോപിയേട്ടനോട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഗോപിയേട്ടനെ അങ്ങനെയൊന്നും കൊല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഗോപിയേട്ടനോട് പറഞ്ഞിട്ടേ ഞാനത് ചെയ്യൂ. ഉത്തമ ഭാര്യയായി ജീവിച്ചു മരിച്ച് സ്വർഗം കിട്ടാനൊന്നും അല്ല ഞാൻ ഇയാളുടെ ഭാര്യയായത്. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാ. നിങ്ങളെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു. ഒരു ഹോം നഴ്സ് ഇവിടെ വരും. ആ മുറിയുടെ ചുവരുകൾ പോലും അറിയാതെ അയാള് ഗോപിയേട്ടന്റെ ജീവൻ എടുത്തോണ്ടങ്ങ് പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.